വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ ബിഗിനേഴ്സിൻ്റെ എക്സാം ടിപ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തിയറി 3 മാർക്കിൻ്റെ തിയറി പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. This concept implies that business unit has a separate entity apart from its owners. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ക്ലിയർ ആക്കുന്നത് ബിസിനസ് ഫേമും ഓണറും ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നതാണത്. ബിസിനസ് ഫേമിന് ഓണറിൽ നിന്ന് ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കാം. ബിസിനസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബിസിനസ് ഫേമിൻ്റെ പ്രവൃത്തികളായി ഒരിക്കലും കാണരുത്. ഇങ്ങനെയുള്ള കൺസെപ്റ്റിനെയാണ് ഇത് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുക. സെക്കൻഡ് പോയിന്റ്, മണി മെഷർമെൻറ്റ്. ഇറ്റ് സിംപ്ലൈസ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി മെഷർമെൻറ്റ് ഇൻ ടേംസ് ഓഫ് മണി വാല്യൂ ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിയുടെ വാല്യൂ നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുന്ന, കാൽക്കുലേറ്റ് ചെയ്യാൻ, ഡിറ്റർമിനേഷൻ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ട്രാൻസാക്ഷനുകൾ മാത്രമേ അക്കൗണ്ട്സ് ബുക്കിൽ രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഈ കൺസെപ്റ്റിനെയാണെന്ന് പറയുന്നത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾസ്. According to this concept, every business transaction has a dual effect or 2 aspects, that is, receiving aspects and giving aspects. Assets is equal to liabilities plus capital. Dual aspect principles എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഓരോ ട്രാൻസാക്ഷനെയും 2 ആസ്പെക്ട്സ് ആണ് ഉണ്ടാക്കുക. ഫസ്റ്റ് റിസീവിങ് ആസ്പെക്ട്സ്, സെക്കൻഡ് ഗീവിങ് ആസ്പെക്ട്സ്. ഇനി നമുക്ക് അക്കൗണ്ടിങ് പരം ഒരു ഇക്വേഷൻസ് അഡോപ്റ്റ് ചെയ്യാം. അസെറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. ആൻറ്റിസിപ്പേറ്റഡ് നോ പ്രോഫിറ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് ഈസ് ദി എസെൻസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. ദിസ് പ്രിൻസിപ്പിൾ കൺസിഡർ ഓൾ പോസിബിൾ ലോസ് ബട്ട് ലീവ്സ് ഓൾ പ്രോസ്പെക്റ്റീവ് പ്രോഫിറ്റ്സ്. ഈ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് പറയാൻ സാധിക്കും, ബിസിനസ്സിൽ പ്രോഫിറ്റ് മാത്രം കണക്കിലെടുത്തുകൊണ്ട്, കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്, കൺസിഡർ ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഓഫ് മറിച്ച് ബിസിനസ്സിൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് വേണം അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. റെക്കോർഡിംഗ്. Key functions of accounting. First of all, recording. Maintaining a chronological record of all financial transactions. That is a journalizing. എന്താണ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ അടുക്കും ചിട്ടയോടും കൂടി അക്കൗണ്ട്സ് ബുക്കുകൾ, ബിസിനസ് ആക്ടിവിറ്റീസുകളെ കുറിച്ച് ആസ്പദമാക്കി എഴുതുന്ന മെയിൻ ഫങ്ഷനാണെന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ അതാണെന്ത് ജേർണലൈസിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ക്ലാസിഫയിങ്. Grouping recorded transactions of a similar nature into specific accounts, that is a ledger accounts. അക്കൗണ്ടിങ്സ് ഇൻഫർമേഷൻസ് ഒരേ സ്വഭാവം കാണിക്കുന്നവയെ ക്ലാസിഫൈ ചെയ്യുന്നതാണെന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഫംഗ്ഷനായി നമുക്ക് പറയാൻ സാധിക്കുക. തേർഡ് പോയിന്റ്, സമ്മറൈസിങ്. പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. സമ്മറൈസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് വളരെ ചുരുക്കി മനസ്സിലാവുന്ന രീതിയിൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ പ്രതിപാദിക്കുന്നതാണെന്ന് പറയുന്നത് സമ്മറൈസിങ് എന്ന് പറയുക. പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു സമ്മറൈസ് ചെയ്തെടുക്കുന്നതാണെന്ന് പറയുന്നത് സമ്മറൈസിങ് എന്ന് പറയുക. അതിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ്, ഇന്റർപ്രറ്റിംഗ്. അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഹെൽപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിനെ വളരെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് ഉചിതമായ
രീതിയിൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നതാണെന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഫംഗ്ഷനായി നമുക്ക് പറയാൻ സാധിക്കാം. അപ്പോൾ കീ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഫസ്റ്റ് റെക്കോർഡിംഗ്, സെക്കൻഡ് ക്ലാസിഫയിങ്, തേർഡ് സമ്മറൈസിങ്, നെക്സ്റ്റ് ഇൻ്റർപ്രറ്റിംഗ്. Next main topic, revenue expenditure. For example, it refers to cost incurred for day-to-day running of a business or to maintain the earning capacity of assets. These are short-term expenses fully consumed within one accounting period. For example, salaries, rent, electricity bill, routine repairs to machinery. Revenue expenditure. നമ്മൾ അസറ്റ്സിൽ നിന്ന് അതിൻ്റെ ഏണിങ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഡേ ടു ഡേ ഏണിങ്സ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന കോസ്റ്റ് ഉണ്ടാകും. അങ്ങനെ വരുന്നതിനാണെന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന്. അത് ഷോർട്ട് ടൈം എക്സ്പെൻസ് നമുക്ക് അക്കൗണ്ടിങ് പീരീഡിൽ ഷോർട്ട് ടൈം എക്സ്പെൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് സാലറീസ്, റെൻറ്റ്, ഇലക്ട്രിസിറ്റി ബില്ല്, റൂട്ടിംഗ് എക്സ്പെൻസ് ടു മെഷീനറി. Prepaid expenses. It is an expense paid for in advance, but for which the benefit, which is not yet to be received, treatment in final accounts. Profit and loss account deducted from the respective expense on the debit side. Balance sheet shown as a current asset. Prepaid expense എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് നമ്മൾ എക്സ്പെൻസുകൾ നേരത്തെ കൊടുക്കുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുക. അഡ്വാൻസ് എമൗണ്ടിനെയാണത് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അത് ഫൈനൽ അക്കൗണ്ടിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏത് ഐറ്റമാണോ ഐറ്റത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഡെബിറ്റ് സൈഡിലായിട്ട് തന്നെ ഡിഡക്റ്റ് ചെയ്യുന്ന ലെസ് ചെയ്ത് കാണും. ബാലൻസ് ഷീറ്റിൽ അത് കറണ്ട് അസറ്റ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലാണ് നമ്മൾ എൻട്രി ചെയ്യുക. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ. ഇറ്റ് ഈസ് ദി സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് എ ടാൻജിബിൾ ഫിക്സഡ് അസറ്റ്സ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ക്യാഷ് എക്സ്പെൻസ്, ടാൻജിബിൾ ഫിക്സഡ് അസറ്റിന് വരുന്ന കോസ്റ്റിനെയാണെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അതിൽ ട്രീറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റഡ് ആസ് ഓപ്പറേറ്റിംഗ് ആസ് ഡെബിറ്റ് സൈഡിലാണ് ഡിപ്രീസിയേഷൻ നമ്മൾ എൻട്രി ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ ഏത് സ്പെസിഫിക് അസറ്റ് സൈഡിലെ അസറ്റിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. നെക്സ്റ്റ് ടോട്ടൽ മെത്തേഡ് ആൻഡ് ബാലൻസ് മെത്തേഡ് ഇൻ ട്രയൽ ബാലൻസ്. Total uses the gross totals of both the debit and the credit side of ledger accounts. ലെഡ്ജർ അക്കൗണ്ട്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, ബോത്ത് സൈഡിൽ ടോട്ടൽ ഗ്രോസ് ടോട്ടൽസ് യൂസ് ചെയ്യുന്ന ടോട്ടൽ മെത്തേഡ് എന്ന് പറയുക. ബാലൻസ് മെത്തേഡ് യൂസേഴ്സ് ഓൺലി ദ നെറ്റ് ഡിഫറൻസ് ഓഫ് ഈച്ച് ലെഡ്ജർ അക്കൗണ്ട്സ്. ഓരോ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ഡിഫറൻസ്, നെറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ബാലൻസ് മാത്രം യൂസ് ചെയ്യുന്നതാണ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അക്കൗണ്ട്സ് തന്നെ 3 കാറ്റഗറീസ് ആണുള്ളത്: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ ഓരോ വ്യക്തിയെക്കുറിച്ച് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുന്നത്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ്സുകൾ, നോമിനൽ അക്കൗണ്ട് എക്സ്പെൻസ് ആൻഡ് ഇൻകംസ്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ നോക്കാം. ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. റിയൽ അക്കൗണ്ട് റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് debit all expenses and losses, credit all incomes and gains. Next question, difference between adjusting and closing entries. Adjusting entries എന്താ നോക്കാം. To update accounts for unrecorded items before final accounts. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അൺറിക്കോർഡ് ഐറ്റംസ് നമ്മൾ അപ്ഡേറ്റ് അക്കൗണ്ടായി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്ന് പറയുന്നത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയാം. ക്ലോസിംഗ് എൻട്രീസ് to transfer balances of temporary accounts to the trading and profit and loss account. നമ്മൾ ബാലൻസസ് ടെമ്പററി അക്കൗണ്ട്സിൽ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇതിനാണ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.